എന്തിനാണ് മാണിക്ക് കല്യാള് ഒരു വയോവൃദ്ധനായ ഈ സമൂഹത്തിന് വേണ്ടി നമ്മളൊന്നും ഒരായുഷ്കാലം ചിന്തിച്ചാൽ നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്ര ഈ സമുദായത്തിനും സമൂഹത്തിനും ഒരുപാട് നന്മകൾ മാത്രം ആഗ്രഹിച്ച് അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നെഞ്ചത്തേക്ക് വീണ്ടും വീണ്ടും കുതിര കയറുന്നത്? UPയിലെ നിലവിലെ സാഹചര്യം അവിടുത്തെ പണ്ഡിതന്മാർ വന്ന് AP ഉസ്താദിനെ ധരിപ്പിക്കുകയും തീർച്ചയായിട്ടും അതിനൊരു തീരുമാനം ഉണ്ടാവുകയും ഞാൻ നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം നൽകും, തീർച്ചയായിട്ടും ഇനി UPയിൽ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള വേട്ട അതല്ലെങ്കിൽ നരനായാട്ട് അത് അവസാനിപ്പിക്കുമെന്നും അതിന് തക്ക നടപടിയെടുക്കാൻ ഞാൻ നേരിട്ട് കണ്ട് പ്രധാനമന്ത്രിയെ ഉണർത്തുമെന്നും അവർക്ക് വാക്കുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് പ്രധാനമന്ത്രിയെ കാണാൻ ഇന്നലെ പോയത്. അപ്പൊ ഇവിടെ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി സമുദായത്തിനെ ഒറ്റുകൊടുക്കാൻ പോയതാണ്, BJPയിൽ അംഗത്തെടുക്കാൻ പോയതാണ്, രാഷ്ട്രീയപരമായിട്ട് അവർക്ക് വോട്ട് മറിക്കാൻ പോയതാണ്. എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് അല്ലേ? ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ചില വിധേയികളും പടച്ചുവിടുന്നത്. നാള് കുറെ ആയിടോ AP ഉസ്താദ് 10-65 വർഷക്കാലമായി VP സിംഗ് അടക്കമുള്ള അങ്ങനെ അങ്ങോട്ട് പോന്നാല് ഒരുപാട് പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും വസതികളിൽ കയറിയിറങ്ങി ഈ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. AP ഉസ്താദിനെ പഠിപ്പിക്കാൻ കുറെ ആളുകൾ എടോ പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും വിമർശിക്കുന്ന നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ഇന്ന ഒരു ആയുഷ്കാലം മുഴുവനും അബുൽ ഐത്താം എന്ന പേരിൽ അറിയപ്പെടുന്നത് വെറുതെയല്ല. പാവപ്പെട്ട ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിച്ച മഹാനാണ് AP ഉസ്താദ്. വീടില്ലാത്തവർക്ക് വീട് വെച്ചുകൊടുത്ത് അതുപോലെ ആശുപത്രികളില്ലാത്ത സ്ഥലങ്ങൾ, പള്ളികളില്ലാത്ത സ്ഥലങ്ങൾ, മദ്രസകളും സ്കൂളുകളും കോളേജുകളും ഇല്ലാത്ത ഇന്ത്യക്ക് പുറത്തുമുള്ള ഒട്ടനേകം സ്ഥലങ്ങളിൽ അവിടൊക്കെ പള്ളികളും ആശുപത്രികളും ഒക്കെ നിർമ്മിച്ചു കൊടുത്ത് വീടില്ലാത്തവർക്ക് വീട് നൽകി ഭക്ഷണമില്ലാത്തവർക്ക് ഇന്നും ഭക്ഷണം എത്തിച്ചു കൊടുത്ത് സമൂഹത്തിന് വേണ്ടി എല്ലാം അർപ്പിക്കുന്നയാളാണ് AP ഉസ്താദ്. ആ മനുഷ്യനൊക്കെ ഇങ്ങനെ നടന്ന് തിന്നാന് ഇങ്ങനെ കൊത്തി വലിക്കാന് കുറച്ചെങ്കിലും നമുക്കൊന്നും അതിന് പറ്റൂല, നമ്മളെ കൊണ്ട് അതിന് കഴിഞ്ഞിട്ടില്ല എന്ന ആ മനുഷ്യന് അള്ളാഹുവെ ആഫിയത്ത് കൊടുക്കണം, ദീർഘായുസ് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കല്ലേ വേണ്ടത്? നാളെത്രയായിടോ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് അല്ലെ? ഇന്ന് വരെ ആരെങ്കിലും മോശമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ AP ഉസ്താദ്? എന്നെ തെറി പറഞ്ഞ, എന്നെ കുറ്റം പറഞ്ഞ ഒരുപാട് ആളുകൾ അവർക്ക് പുറത്തു തരൂലെന്നോ അതല്ലെങ്കിൽ അവരോടൊക്കെ എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ മനുഷ്യനൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. ഇപ്പോഴും എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും ഈ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി ശബ്ദിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ കുറച്ചൊക്കെ ഒരു നമുക്കും ഉണ്ടാവലോട് ഒരു മാനസികമായിട്ടൊരു കാരുണ്യം അതെങ്കിലും കാണിക്കണ്ടേ ആ മനുഷ്യനോട്? പിന്നെ AP ഉസ്താദ് പറഞ്ഞതാണ് വിഷയം. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാന അന്തരീക്ഷമാണെന്ന് പറഞ്ഞതാണോ തെറ്റ്? അത് ഡിപ്ലോമാറ്റിക്കലായി പറഞ്ഞതാണെന്ന് മൂക്ക് കീപ്പട്ടായ എല്ലാവർക്കും അറിയാം. സാമുദായിക ഐക്യം നിലനിൽക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അല്ലെ? അറബ് രാജ്യത്ത് മുസ്ലിം രാജ്യങ്ങളിൽ പ്രശ്നമില്ലേ? എത്രയോ പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ലേ? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കേരളം സുന്ദരമാണ്. ഇന്ത്യ രാജ്യത്ത് വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ സമുദായങ്ങൾ നിലനിൽക്കണം എന്ന ആ ഒരു അർത്ഥം വരുന്ന ഒരു ഡിപ്ലോമാറ്റിക്കലായിട്ടുള്ള സംസാരമാണ് AP ഉസ്താദ് നടത്തിയത്. അതെങ്ങനെ പറയണമെന്ന് AP ഉസ്താദിന് അറിയുകയും ചെയ്യാം. എന്തിന് നമ്മൾ അങ്ങോട്ടൊക്കെ പോകണം? കേരളത്തിൽ തന്നെ പലപ്പോഴും മുസ്ലിം രാഷ്ട്രീയ വിഭാഗങ്ങൾ തന്നെ മുസ്ലിങ്ങളെ കൊന്നു തള്ളിയിട്ടില്ലേ? അപ്പൊ അതൊക്കെ പറയാതിരിക്കുക നല്ലത്. പ്രശ്നങ്ങൾ അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ വിദ്വേഷമുള്ള ഉള്ളിൽ പകയുള്ളവൻ ചെയ്യും, മനുഷ്യത്വമുള്ളവൻ ചെയ്യൂല. അത്രേ അതിൽ കാണേണ്ടതുള്ളൂ.